നിങ്ങൾ ഇപ്പം വരെ കണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ ഒത്തില്ല. അത് ചെയ്യാനുള്ള സീസൺ വന്നിരിക്കുക. നിങ്ങൾ തീന്റെ തുമ്പിയാണെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കാം. ദൈവം നിങ്ങൾക്ക് പുതിയ അധികാരം തരും. ഇച്ചിരി വർഷങ്ങൾ മുമ്പേ ഡാഡി വീട്ടിൽ വന്നിട്ട് ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറ, എല്ലാരും ഓർത്ത് ഞാനിത് ശുശ്രൂഷ കയറിയ ചുമ്മാതെ കയറിയ ഇവരെ കളിയാക്കാൻ വേണ്ടി. എനിക്ക് കർത്താവായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ല. സഡൻലി ഒരു എൻകൗണ്ടർ വന്ന് ഡാഡി വിശ്വസിച്ചില്ല. ഞാൻ ചെന്നൈയിലെ ശുശ്രൂഷയിൽ വളരുന്നത് SK ഫ്രാൻസിസ് പറഞ്ഞൊരു ദൈവദാസന്റെ അന്നുണ്ട്. അവിടെ വളരുന്നത് പുള്ളിന്റെ പ്രവചനത്തിൽ കയറ്റുമായിരുന്നു. പുള്ളിയെ സഹായിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി 15 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ വളരുന്നത്. ശുശ്രൂഷ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, നല്ല പ്രസംഗിക്കുന്നുണ്ട്, ആളുകളെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഡാഡിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവൻ സത്യമായിട്ട് മാറിയിട്ടുണ്ടോ ഇല്ല. അപ്പോൾ ഡാഡി ചിലരൊക്കെ വിളിച്ചു പറഞ്ഞു, ഇവന്റെ സ്റ്റേജ് കൊടുക്കല് കേട്ടോ. ഡാഡി ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു, സ്റ്റേജ് കൊടുക്കല് വിശ്വസിക്കാൻ പറ്റില്ല. ഇവന് ക്രിസ്ത്യാനികൾ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്, ഒത്തിരി പാസ്റ്റേഴ്സിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. സത്യമാണ്. സ്റ്റേജ് കിട്ടിയില്ല, പക്ഷെ റോഡ് അവൈലബിൾ ആയിരുന്നു. റോഡിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ഉപ്പാപ്പൻ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ഇവിടെ എല്ലാ സ്ഥലത്തും പ്രസംഗിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ചർച്ചിൽ വന്ന് പ്രസംഗിക്കുക. ഞാൻ പറഞ്ഞു വന്ന് പ്രസംഗിക്കാൻ. ഡാഡിയുടെ അടുത്ത് പറയല്ലേ കേട്ടോ. പറഞ്ഞു ഓക്കെ. വന്ന് ഞാൻ പ്രസംഗിക്കാൻ കയറി സ്റ്റേജിൽ കയറി കർത്താവിന്റെ പ്രസൻസ് ഓവർടേക്ക് ചെയ്തു. അവർക്കും പിടി കിട്ടിയില്ല, എന്തോ നടന്നവിടെ. എനിക്കും പിടി കിട്ടില്ല, എന്തോ നടന്ന. കർത്താവിന് മാത്രം അറിയത്തുള്ളൂ, പക്ഷെ അവിടെ വിടുതൽ നടന്നു. അതൊരു ഡോർ ഓപ്പണറായിട്ട് മാറി. അവിടെ സൗഖ്യങ്ങൾ നടക്കാൻ തുടങ്ങി, അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി. അത് ആ മീറ്റിംഗിൽ ഇരിക്കുന്ന ഒരാൾ മുംബൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ ആരും കേട്ടിട്ടുണ്ടോ? റയൻ സ്കൂൾ മുംബൈയില്, ഡൽഹിയില്, ചെന്നൈയില് ഇവർക്ക് സ്കൂളുണ്ട്. നിയർലി 200 സ്കൂൾസ്. പിൻറ്റോ പറഞ്ഞുകൊണ്ട് അവർ മീറ്റിംഗ് ഇരിക്കാൻ നേരം ശ്രദ്ധിച്ചു നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, യു ഷുഡ് കം ടു മുംബൈ, യു വോണ്ട് ടു ഡു എ മീറ്റിംഗ്. ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ട്. അവർ അവരുടെ ഏറ്റവും വലിയ ഹോൾ എടുത്തിട്ട് അവിടെ യൂത്ത് മീറ്റിംഗ് പോലെ അവർ വെച്ച് വലിയ മീറ്റിംഗ്. യൂത്ത് മാത്രമല്ലാതെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആരാധന നടക്കാൻ നേരം ഞാൻ കയറി വരിക. അപ്പൊ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പ്രസംഗിക്കുക. ഞാൻ പറഞ്ഞു ദൈവമേ പ്രസംഗിക്കാനായി ഇവർ വിളിച്ചിരിക്കും. പുള്ളി ട്രെയിനിന്റെ ടിക്കറ്റ് തന്നിരിക്കുന്ന ഇത് വേണ്ടിയാ. നമുക്കറിയത്തില്ല ഫ്ലൈറ്റ് വരാൻ ഒക്കുമായിരുന്നു. പക്ഷെ ട്രെയിനിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ദൈവമേ ഇവർ ട്രെയിൻ ടിക്കറ്റ് തന്നിരിക്കുക, ഐ ഹാവ് ടു പ്രീച്ച്. ദൈവം പറഞ്ഞു നീ മിണ്ടൽ, ഐ ആം ഗോയിങ് ടു മൂവ് ഇൻ എ മൈറ്റി വേ. ഞാൻ പറഞ്ഞു ദൈവമേ ഓക്കെ. ആരാതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ പാസ്റ്റർ ഈസ് ഹിയർ ടു പ്രീച്ച്. ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ ഗാഡ് ഈസ് ഗോയിങ് ടു മൂവ് ഇൻ ദിസ് പ്ലേസ് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് സ്റ്റേജ് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു. സഡൻലി മേലോട്ട് ബാൽക്കണിയിലോട്ട് നോക്കി. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എൻ്റെ മീറ്റിംഗ് ഇരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ജോജി ജോൺ. മുംബൈയില് ഒരു ഓട്ടോകാഡ് അക്കാഡമി നടത്തുന്ന ഒരു പയ്യനുണ്ട്, ജോജി ജോൺ. അവൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അവൻ എൻ്റെ ചർച്ച ഇവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ അടുത്ത് പറഞ്ഞു, we could hear a sound from the top of the balcony as soon as you looked at the balcony. A shout started from the balcony and it started to come down. It spread all over the hall. പിശാച് ഇറങ്ങാൻ തുടങ്ങി. demons started to manifest. People started to be set free. ഞാൻ പ്രസംഗിച്ചില്ല, ഒന്നും ചെയ്തില്ല, ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു in Jesus name be free, amen പറഞ്ഞ് ഞാൻ ഇറങ്ങി പോയി. പറഞ്ഞ എന്റെ കളിയല്ലായിരുന്നു, it was God's work. ഒത്തിരി പേർക്ക് അപ്പോൾ ആ ഷൈൻ ചെയ്യേണ്ടി അല്ലയോ? No, that is the time you give God the glory. Yes, he does. Moses, the rod in your hand, ഈ വടി ഉണങ്ങിയിരിക്കുന്ന വടിയാണ്. പക്ഷെ കർത്താവിന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ആറോന്റെ വടിയുടെ കാര്യം പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറാൻ പോകുന്നത്. You need to give what is in your hands into the hands of God. Then only you will be fruitful, you will multiply, you will see flowers budding in your life. Amen. He puts the rod down. Rod becomes a snake and God says, I give you authority over what pushed you out. Amen. രണ്ടാമത്തെ കാര്യം കർത്താവ് പറഞ്ഞത്, take your hand, put it in your armpit. Now watch leprosy. lepers ന്റെ ജീവിതം. ഞാൻ തമിഴ്നാടുവിൽ ഇപ്പോൾ
ഒരാഴ്ച മുമ്പേ ഉണ്ടായിരുന്നു നമ്മുടെ ഫാദേഴ്സ് ചർച്ചിലെ ചർച്ചസ് കാണാൻ പോയി. നമുക്ക് ലെപ്പേഴ്സ് കോളനിയിൽ ഒരു ചർച്ച ഉണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ സൗഖ്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആളുകൾക്ക് വേണ്ടി. സോ വി സ്റ്റാർട്ടഡ് എ ചർച്ച് ഇൻ ലെപ്പേഴ്സ് കോളനി നിയർ എ പ്ലേസ് കോൾഡ് പെൻ ഗ്രാമം. അവിടെ മെയിൻലി വൈശ്യകള, അതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേര് പെൻ ഗ്രാമം. അവിടെ നമ്മൾ ഒരു ചർച്ച തുടങ്ങി. ആൻഡ് സോ വി ഫൗണ്ട് ദിസ്. അങ്ങനെ നമ്മൾ അവിടെ പോയത്. ലെപ്രസി ആളുകൾ വീട്ടുകാരും ഇവരെ തള്ളു. ഇവൻ വളർന്ന് കൊട്ടാരം വരുന്ന അവരും തള്ളി. പക്ഷെ ദൈവം പറഞ്ഞേ, നീ തിരിച്ചു കൈയിട്ട് നോക്കിക്കോ, ഇറ്റ് വിൽ ബി ഹീൽഡ്. What you lost, Moses, I will restore in a greater measure. നീ നാച്ചുറൽ ലെവലിൽ ലോസ് ചെയ്തോളൂ, പക്ഷെ ഞാൻ നിന്നെ കേറ്റാൻ പോകുന്നത് നാച്ചുറൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ. ഈ രണ്ട് ലെവലിലും ഞാൻ കേട്ടത് heaven and earth. So God says, put your hand back and see the healing power. And when Moses does it, he sees God's hand in his life. You look at the life of Elijah. 3 പ്രാവശ്യം വെള്ളം ഇടുന്നുണ്ട്, അവിടെ തീ ഇറങ്ങുന്നുണ്ട്. എവിടെ തീ ഇറങ്ങും, wherever the fire of God comes, the glory of God is revealed. ഇത്രയുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ആഗ്രഹം വേണം, ദൈവത്തിന്റെ തീ കാണാൻ വേണ്ടി. ഈ തീ ഒരു സീസൺ വേണ്ടിയല്ല കേട്ടോ, ഈ തീ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണണം. ചിലർക്കുണ്ട് ഇന്ന് തീ കിട്ടി നാളെ വേണ്ട. It's a lifelong process. God is not you looking for something outside. God is looking for something that is in your hand, that he can use effectively. Pastor, എനിക്ക് അത്ര ഒന്നും ഇല്ല ഇവിടെ. എത്ര ഉണ്ട്? ആ വിധവ മരിക്കാൻ വേണ്ടിയായിരിക്കുന്നത്. കുഞ്ഞും ആ വിധവൻ ഒരു നേരം ആഹാരം കഴിച്ചിട്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയായിരിക്കുന്നത്, അല്ലയോ? ഇച്ചിരി ആഹാരമുള്ളൂ. ആ ഇച്ചിരി അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്കും 3.5 വർഷന്റെ അക്കൗണ്ട് ക്ലിയർ ആയി, അല്ലയോ? അത് ഓർത്ത് നോക്കിക്കുക. അത് ഭയങ്കര. നമ്മുടെ ഇപ്പോഴത്തെ ബാങ്കിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നത്? മാക്സിമം പോയ 4. ചേസ് ബാങ്ക് ആണെങ്കിൽ 4.25 മാക്സിമം. കർത്താവ് കണക്ക് തുടങ്ങുമ്പോൾ 30, 60 തുടങ്ങുന്നത് തന്നെ 30. ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 4.25. God starts with 30%. All you have to do is give with a grateful and a thankful heart. And God can multiply it. And God can do mighty wonders. In the church, in the ഇറക്കി വിട്ടുപോകുമ്പോൾ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, മോളെ, the God that we serve is a faithful God. I have nobody to lead worship with us. Daddy is not a singer, but we are going to worship God. ഞാൻ പറഞ്ഞ മോളെ, here's a guitar, you play. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, I don't know how to play. I said, nobody knows that. I said, you play, I will sing. What do I play? I said, you just strum it, we will take care of the rest of the matter. What a mighty God we serve. This is the day that the Lord has made. We bring sacrifice of praise. Alive, alive. My Jesus is alive. Is anything too hard for the Lord? ഇങ്ങനത്തെ പാട്ടാ പാടാൻ തുടങ്ങിയ എൻ്റെ അടുത്ത് ഒരു വിശ്വാസി വന്ന് പറഞ്ഞു, ഇച്ചിരി നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയാം, പാസ്റ്റർ, last 6 months we have been singing the same song. പുള്ളിക്ക് നമ്മുടെ കണ്ടീഷൻ അറിയത്തില്ല. മോൾക്ക് ഗിറ്റാർ വായിക്കാൻ ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ. She's just learning. അപ്പൊ ഞാൻ ഇച്ചിരി മറ്റേ സ്റ്റൈലായതുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ സ്ഥിരം മാറുന്നുണ്ടോ? നിങ്ങൾ മാറുന്നില്ല, ഞാൻ ഇതിനെ പാട്ട് മാറ്റില്ല. ഞാൻ ആരാധിക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. Whatever song it is, I will worship the Lord. Because I need to have a heart of worship. ആരാധിച്ചു, അവള് കരഞ്ഞോണ്ട് ആരാധിച്ചതിന്റെ കൂട്ടത്തിൽ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ആളുകൾ കൈവിടും,
പക്ഷെ ദൈവം കൈവിടത്തില്ല മോളെ. ഞാൻ പറയുന്നത് ഈ ലോകത്തിൽ ഏറ്റവും നല്ല സ്കൂൾ, അവിടെ ഓക്സ്ഫോർഡിൽ ഏറ്റവും നല്ലൊരു സ്കൂളുണ്ട് ലോകത്തിൽ, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്കൂൾസ് ഇൻ ദ വേൾഡ്. 2000 പിള്ളേരായ ലോകത്തിൽ ആ സ്കൂളിൽ എക്സാം എഴുതുന്നത്. 100 പേരെ പിക്കപ്പ് ചെയ്തോളൂ. അവിടെ പഠിക്കണമെങ്കിൽ യു നീഡ് ടു പേ മിനിമം £30,000 ടു സ്റ്റഡി. അപ്പൊ ഞാൻ പറഞ്ഞ മോളെ നീ ഈ സ്കൂളിൽ പോകും. ഇല്ല ട്യൂസ്ഡേ 7 മണിയായപ്പോ, ഇല്ല വൈകിട്ട് ട്യൂസ്ഡേ 7 PM സ്കൂളിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു നീ ഈ സ്കൂളിൽ പഠിക്കും. ദർശനം കൊടുക്കാൻ തുടങ്ങി, വിശ്വാസം സംസാരിക്കാൻ തുടങ്ങി, അധികാരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അവളിൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, ഡാഡി ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു നീ വിഷമിക്കില്ല, സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവന്റെ ബാങ്കിൽ ഇല്ല പൈസ കൊടുക്കണം, ദൈവം നോക്കിക്കോളും, ദൈവം ചെയ്തോളും. അവള് വിശ്വാസത്തിൽ പറയാൻ തുടങ്ങി, ഐ വിൽ സ്റ്റഡി ഇൻ ദിസ് ബെസ്റ്റ് സ്കൂൾ, ഐ വിൽ സ്റ്റഡി. അവൾ എക്സാം എഴുതി, അവൾ സെലക്ട് ആയി. ഹെഡ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, യു ഹാവ് ടു പേ ദ ഫീസ് £30,000 plus 5,000 for the fee, uniform and everything. So £35,000 a year for the transportation and everything. ഞാൻ നോക്കിയിട്ട് പറഞ്ഞ, I am a man of God, I don't have a salary. അവർ എന്നെ നോക്കിയിട്ട് പറഞ്ഞ, what? I don't have a salary. ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ my daughter will study here, otherwise she will go to a normal school. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കും. ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു. കണ്ടുകൊണ്ട് അവർ പറഞ്ഞു, ഞാൻ ഏത് പാസ്റ്റേഴ്സിനെ കണ്ടിട്ടില്ലല്ലോ സാലറി ഇല്ല, മറ്റേ ജോലിയൊന്നും. ഞാൻ പറഞ്ഞു സ്ലിപ്പ് നോക്കിക്കോ, there is nothing, I have no other job, I am a man of faith. Faith എഴുതിക്കോ, faith സ്പെല്ലിംഗ്. ഫെയ്ത്തിന്റെ സ്പെല്ലിംഗ് എന്തുവാ? Father, all in thy hands. നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിഷമിക്കത്തില്ല. ഫീസ് എങ്ങനെയാ കൊടുക്കേണ്ടി? അവര് നല്ലോണം കിടന്ന് ഉറങ്ങും. നിങ്ങളുടെ സ്വർഗത്തിൽ ഇരിക്കുന്ന പിതാവ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളും. നിങ്ങൾ കിടന്ന് ഉറങ്ങിയാൽ മതി കേട്ടോ. വിശ്വാസത്തിൽ പറഞ്ഞാൽ മതി, ഡാഡി ടേക്ക് കെയർ ഓഫ് മൈ ഫീസ്. നമ്മൾ പറഞ്ഞ അവരെന്റെ അടുത്ത് പറഞ്ഞ, ഡോണ്ട് വറി, വി വിൽ പേ ഹർ ഫീസ് ഓൺലി. ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ അവർ ഓർത്ത് സന്തോഷമില്ല, ഓർത്തുകൊണ്ട് അവർ പറഞ്ഞു, ഡോണ്ട് വറി, വി വിൽ പേ ഹർ ലഞ്ച് മണി, we will pay her uniform money, we will pay her transportation. She doesn't need to come by bus, she can come by taxi. We will pay her taxi money and we will give her 1 week of holiday anywhere in the world. We will pay £2,000 towards that. Close to £38,000. Hallelujah. Thank you, Jesus. ഞാൻ ചിരിക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യ എന്നെ ഉറക്കെ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, ഇച്ചിരി കരഞ്ഞാലും നമുക്കും അവധി കിട്ടിയെന്നെ ഫ്രീ ആയിട്ട്. അവർ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് ഫോർ നെക്സ്റ്റ് 7 years of our senior school, from year 7 to year 13, they will pay all her fees. Hallelujah. Thank you, Jesus. £35,000 into 7 times. Amen. Hallelujah. Thank you, Jesus. ഞാൻ അവരുടെ പറഞ്ഞു, മോളെ നീ ആരാധിച്ചുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം നിന്നെ മാനിച്ചു. Amen. അവളുടെ അകത്ത് ഒരു ആഗ്രഹം, ഒരു തീ കത്താൻ തുടങ്ങി. ദൈവമേ, എനിക്ക് അമേരിക്കയില് വൈറ്റ് ഹൗസിൽ ജോലി ചെയ്യണം. ഞാൻ പറഞ്ഞു, മോളെ നീ കർത്താവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവം എല്ലാം വഴി തുറക്കും. ഞാൻ അമേരിക്ക പ്രസംഗിക്കാൻ പോകുന്ന നേരം എൻ്റെ അടുത്ത് ട്രാവൽ ചെയ്യാൻ നേരം ഞാൻ അവിടുത്തെ ഒരു വലിയൊരു ചർച്ച പ്രസംഗിക്കുന്ന അപ്പാസിൻ്റെ അടുത്ത് എൻ്റെ മോൾ ഇവിടുത്തെ ഒരു വലിയ കോളേജിൽ പ്രൊഫസർ അവിടെ കാണാൻ പോകും. കയറിയപ്പോൾ നമ്മുടെ അകത്ത് ഒരു സമാധാനം. ഈ കോളേജിൽ കൂടെ പഠിക്കും. നമ്മൾ കോളേജ് നോക്കി, ക്രിസ്ത്യൻ കോളേജാണ്, റീജന്റ് യൂണിവേഴ്സിറ്റി, വെർജീനിയ ബീച്ച്. നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഫീസുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അവള് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ലൈക്ക് ദാറ്റ് കോളേജ്. ഞാൻ പറഞ്ഞു, അവൾക്ക് ഡറനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ പഠിക്കാൻ വേണ്ടി. And I said, if God wants you to go there, God will open up the door. ഞാൻ പറഞ്ഞു, നിന്റെ പപ്പ ഒരു പൈസ തരത്തില്ല. സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം, നിന്റെ പിതാവ് നിനക്ക് വേണ്ടി വഴി തുറക്കും. നീ ആരാധിച്ചു കഴിഞ്ഞ, നീ തീയായി മാറി കഴിഞ്ഞ നിശ്ചയമായിട്ട് അവർക്ക് വീസ കിട്ടി, സ്റ്റുഡൻസ് വീസ കിട്ടി. അത് മാത്രമല്ല, ഫുൾ സ്കോളർഷിപ്പ് ആയിട്ടാണ് അവിടെ പഠിക്കുന്നത്. റീസെന്റ് 2 ആഴ്ച മുമ്പേ അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുണ്ട്. വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു കോൾ, ക്യാൻ യു ഡു യുവർ ഇന്റേൺഷിപ്പ് ഹിയർ? ഇവിടെ ഷാഹിബ്
പ്രോഫറ്റ് ഷാജി പ്രവചിച്ചിട്ടാ പോയത് എൻ്റെ അടുത്ത്. നിന്റെ മോൾ അമേരിക്ക പോകുന്നതിന് മുമ്പേ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞതാ, ബ്ലസ്സിനെ നിന്റെ മോൾ അമേരിക്ക പഠിക്കും, ഫീസ് ഇല്ലാതെ പഠിക്കും. അവൾ അവിടെ എത്തുമ്പോൾ പുള്ളി പറഞ്ഞില്ല, പേനയും മേടിക്കേണ്ടി വരുത്തില്ല, പേനയും തരും. ഞാൻ അവിടെ എത്തിയപ്പോൾ, കോളേജിൽ എത്തിയപ്പോൾ നമ്മുടെ പേര് 2 ബോക്സ് ഉണ്ട്, മെത്ത ഇല്ല ഉണ്ടായിരുന്നത്, പേനയും ഉണ്ടായിരുന്നത്. ദൈവം ചെയ്തു. നിങ്ങൾ തീയിൽ നിന്ന് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ആരാധന കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങളെ മാത്രമല്ല മാനിക്കുന്നത്, നിങ്ങളുടെ പിള്ളേരെ മാനിക്കും, നിങ്ങളുടെ പിള്ളേരുടെ പിള്ളേരെ മാനിക്കും. Moses give what you have. മോസസ് അത് കഴിഞ്ഞ് അവര് പോകുന്നത് മിസ്രൈമിലോട്ട്, ആറോന്റെ കൂട്ട്. ഫാറോന്റെ മുമ്പിൽ വന്നപ്പോ വടിയിടാൻ പോയതാ താഴോട്ട്. ആരുടെ വടിയായിരുന്നു ചോദിക്കുന്നു? Whose rod was put in front of Pharaoh? ആരോന്റെ വടിയായിരുന്നു, not Moses' rod. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ you can see it very clearly in the book of Exodus chapter 6 verse 8 to 10. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവയാകുന്നു. മോശെ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവിസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. Sorry. Chapter 7 verse 8 onwards. യഹോവ മോശയോടും അഹരോനോടും, ഫറവോൻ നിങ്ങളോട് അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുൻപാകെ നിലത്തിടുക എന്ന് പറയണം. ആരുടെ വടിയാ? അഹരോന്റെ. അതെന്തിനാ? മുമ്പേ ആരുടെ വടിയായിരുന്നു? ഇപ്പൊ ആരുടെ വടി എന്തിനാ? ഞാൻ പറയാം. നിങ്ങൾ ആരുടെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്, അവരുടെ അഭിഷേകം നിങ്ങളുടെ പുറത്ത് വീഴും. Moses, not your stick. The one who is walking with you, going with you, his stick will be used. The one you listen to more, the one you talk to more. എനിക്ക് ഒരു യൂത്ത് വേണ്ടി ഒരു സബ്ജക്റ്റ് ഉണ്ട്. You walk with a turkey, you talk to a turkey, you are a turkey. You walk with an eagle, you talk to an eagle, you are an eagle. ദൈവം നമ്മളെ ഈഗിൾ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. एक उकाब जैसे परमेश्वर चाहता है कि हम उड़े उसके लिए. हमें मुर्गी जैसे नहीं बुलाया. God has not called us to be chickens. God has called us to be eagles. So it is Aaron's rod. എല്ലാവരും ഓർക്കുന്ന മോസസ് റോഡാ. നമ്മൾ ബൈബിൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ല. അതാ. Who are you walking to with? Who are you listening? ആരുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്? എന്റെ ചർച്ച ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയല്ല, എന്റെ ചർച്ച ഞാൻ പറഞ്ഞ പോലെ, നിങ്ങൾ കൂടുതൽ ക്രിസ്ത്യൻ TV, യൂട്യൂബ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകും. പറഞ്ഞ എനിക്ക് അറിയത്തില്ല അവരെന്തോ പഠിപ്പിക്കുന്നത്. I know what I am teaching. If you are planted here, I am going to speak in your life. Okay? Oh, pastor, ഒരു ഭയങ്കര അവരുടെ ഡോക്ടറിന് ശരിയാണോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല. അവർ മന്ത്രവാദം, എനിക്ക് അറിയുന്ന ചില പാസ്റ്റേഴ്സ് ഉണ്ട് മന്ത്രവാദം ചെയ്യുന്നവർ. ഞാൻ അവരുടെ അടുത്തോട്ട് പോകത്തില്ല. അതുകൊണ്ട് എന്റെ ചർച്ച ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഭയങ്കര മെസ്സേജ്, യു ഷുഡ് ലിസൺ ടു ദിസ് മെസ്സേജ്. I said, listen, don't ever put that on our church WhatsApp. I said, they practice witchcraft. Oh, pastor, what are you saying? I thought they are pastors. Hindu innu vannada. Avarku arathilla. I said, my job is to protect you as a shepherd. Orthono, as a shepherd. I am a pastor, not a master. I will feed you, not beat you. What a difference with. So he's saying, Aaron, put your rod, because he's walking with him. God is giving authority to Aaron even.
നിങ്ങൾ എവിടെയാ കഴിക്കുന്നത്, എവിടെയാ നടക്കുന്നത്, അവിടെ ഇരിക്കുന്ന അധികാരം ദൈവം നിങ്ങൾക്കും തരും. Amen. ഞാൻ